എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 2 ശ്ലോകം 30, 31, 32, 33 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. ത്വയ്യംബുജാക്ഷ അഖില സത്വധാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹൽകൃതേന കുറുവന്തി ഗോവത്സപദം ഭവാബ്ധിം. ഹേ താമരദള നേത്ര, അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ടല്ലാതെ ജീവന്മാരുടെ ദുഃഖം നശിക്കില്ല. രജസ്തമസ്സുകളുടെ ചേർച്ച ലേശവുമില്ലാതെ ശുദ്ധ സത്വസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അവിടുത്തെ സമാധി അഭ്യസിക്കുന്നതിനാൽ ദൃഢമായി ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ വിവേകികള് അങ്ങയുടെ പാദമാകുന്ന മഹാകപ്പലിനെ ആശ്രയിച്ചിട്ട് അവിവേകികൾക്ക് ഒരിക്കലും കടക്കാൻ കഴിയാത്ത വിധം എത്രയോ അഗാധവും അപാരവുമായിരിക്കുന്ന സംസാര സമുദ്രത്തെ പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ നിൽക്കുന്ന ജലത്തെ എന്ന പോലെ നിഷ്പ്രയാസേന കടക്കണം. സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദഭ്രസൗഹൃദാ ഭവൽ പദാംബോരുഗനാവമത്രതേ നിധായയാദാ സദനുഗ്രഹോ ഭവാൻ. ആ കപ്പൽ കൊണ്ട് പൂർവികന്മാര് സംസാര സമുദ്രത്തെ കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളവർക്ക് എന്താ ഫലം എന്ന് വിവരിച്ചു പറയുന്നു. ആശ്രയിക്കുന്നവരുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്ന സുപ്രകാശ സ്വരൂപമുള്ള ഹേ ഭഗവൻ, അവിടുത്തെ പാദപത്മഭക്തിയാകുന്ന കപ്പലിന്റെ സഹായം കൊണ്ട് ആ സഹായമില്ലാത്തവർക്ക് ഒരിക്കലും കടക്കാൻ കഴിയാത്തതും അത്യന്തം ഭയങ്കരവുമായ സംസാര സമുദ്രത്തെ പ്രയാസം കൂടാതെ കടന്നവരായ പൂർവാചാര്യന്മാര് ആ കപ്പലിനെ ആശ്രയിക്കേണ്ടതായ നിയമങ്ങളാകുന്ന ഭക്തി രഹസ്യ തത്വങ്ങളെ ഇനി വരാൻ പോകുന്നവരുടെ ഉപയോഗത്തിനായിട്ട് ശിഷ്യ പരമ്പരാക്രമേണ ലോകത്തില് ഉറപ്പിച്ചു പോയിരിക്കണം. ആർക്കെല്ലാം സംസാരാബ്ധിയെ കടക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നുവോ അവർക്കൊക്കെ നെന്തിരുവടിയുടെ പാദപത്മമാകുന്ന കപ്പല് സുലഭമാണ്. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഭക്തന്മാരിൽ നിരതിശയമായ അനുഗ്രഹത്തെ ചെയ്യുന്ന കരുണാനിധിയാകുന്നു. സാധാരണ കടൽ കടക്കുന്നവരെയും കൊണ്ട് കപ്പല് അക്കരയ്ക്ക് പോകുന്നത് പോലെയല്ല അങ്ങയുടെ പാദകമലമാകുന്ന കപ്പല് ഭക്തന്മാരെ സംസാരാബ്ധിയെ കടത്തണത്. പിന്നെ എങ്ങനെയാ എന്ന് വെച്ചാൽ പാദസന്നിധി മാത്രത്താൽ ഭക്തന്മാർക്ക് സംസാരം കടക്കാനുള്ള സാമർഥ്യം സ്വയമേവ സിദ്ധിക്കുന്നു. ഭഗവാനെ അവിടുന്ന് ഏതു കാലത്തും നശിക്കാത്തവനാകയാൽ അങ്ങയെ ഭജിക്കുന്നവർക്കൊക്കെ ഏതു കാലത്തും ഇങ്ങനെ ഈ കടക്കുകയും ചെയ്യാം. അതാണ് പറഞ്ഞതിന്റെ സാരം. രവിന്ദാക്ഷ വിമുക്തമാനിന ത്വയ്യസ്തഭാവാത് അവിശുദ്ധ ബുദ്ധയ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തഥാ പതന്ത്യഥോ അനാദൃതയുഷ്മദംഘ്രയ. ജ്ഞാനികൾക്ക് എന്റെ ഭജനം കൊണ്ട് എന്താ ഫലം? അവര് മുക്തന്മാരാവുന്നുവല്ലോ. അവര് എപ്പോഴും മുക്തരാവൂലോ എന്ന് അവിടുന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള സമാധാനം പറയാണ്. തങ്ങള് മുക്തന്മാരാകുന്നുവെന്ന് ആര് വിചാരിക്കുന്നുവോ അവര് നെന്തിരുവടിയുടെ പാദകമലത്തിൽ ഭാവന ഉണ്ടാകാത്തത് കൊണ്ട് ഭക്തിയില്ലാത്തവരാകുന്നു. രാഗദ്വേഷാദി കലുഷിതമായിരിക്കുന്ന അവരുടെ അന്ധകരണം ഒരിക്കലും ശുദ്ധമായിട്ട് ഭവിക്കില്ല. കലങ്ങിയ ജലത്തില് സൂര്യപ്രതിബിംബം ശരിയായി കാണപ്പെടാത്തതുപോലെ അശുദ്ധമായ ബുദ്ധിയില് സ്വരൂപാനന്ദം സ്ഫുരിക്കില്ല. അതിനാൽ വാങ്മാത്രത്താൽ അവർ
ജീവൻ മുക്തന്മാരാണെന്ന് നടിക്കുന്നു എന്നല്ലാതെ പരമാനന്ദ അനുഭവം അവർക്കുണ്ടാവാൻ കഴിയില്ല. ഞാൻ മുക്തനാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. ബഹുജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന തപസ്, വ്രതം ഇത്യാദികളുടെ ഫലമായിട്ട് മോക്ഷത്തിന്റെ സമീപത്ത് അവര് എത്തുന്നുണ്ടെങ്കിലും ഇന്ദിരുവടിയുടെ പാദകമലത്തെ സർവാത്മന ആശ്രയിക്കാതെ എന്ത് രൂപധ്യാനം, എന്ത് പൂജ. രാമനും കൃഷ്ണനും ഓരോ മൂർത്തിയുള്ളവര് തന്നെയല്ലേ, അവരും എന്തെല്ലാമോ ദുഃഖാദികൾ അനുഭവിച്ചിട്ടില്ലേ? എന്നിങ്ങനെ അസൽപ്രലാപം ചെയ്ത് അങ്ങയെ ആദരിക്കാതെ ഏറ്റവും ഉയർന്ന ആ നിലയിൽ എത്തിയതിനു ശേഷവും ഓരോവിധ വിഘ്നങ്ങളിൽ അകപ്പെട്ട് പ്രാപ്യസ്ഥാനത്തെ പ്രാപിക്കാതെ വീണ്ടും ജനന മരണരൂപമായ സംസാരത്തെ തന്നെ പ്രാപിക്കാൻ ഇടവരുന്നു. തഥാനതേ മാധവ താവകാ ക്വചിൽ ഭ്രശ്യന്തി മാർഗാത്വയി ബദ്ധസൗഹൃദാഃ ത്വയാ വിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനേകവമൂർധസുപ്രഭോ. അങ്ങേ ഭജിക്കുന്നവരാകട്ടെ തത്വജ്ഞാനമില്ലാത്തവരും സ്വധർമ്മത്തെ ഉപേക്ഷിച്ചവരും പാതകങ്ങൾ ചെയ്തവരുമാണെങ്കിലും അധപ്പതിക്കില്ല എന്നത് ഉറപ്പിച്ചു പറയണം. ഭക്തിഹീനന്മാര് അഹങ്കാരികളായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അധപ്പതിക്കണു. അങ്ങയുടെ പാദത്തിൽ പരമപ്രേമത്തെ ഉറപ്പിച്ചിരിക്കുന്നവരെ ഭഗവാൻ അവിടുന്ന് അങ്ങയുടെ സ്വജനങ്ങളായിട്ട് കരുതുന്നു. അശുഭവാസനകള് അവരെ ഒരിക്കലും ബാധിക്കില്ല. അവര് സന്മാർഗത്തിൽ നിന്ന് തെറ്റുന്നില്ല. ഞാനെന്നുള്ള അഹങ്കാരം അവർക്ക് ഒരിക്കലും ഉണ്ടാകുന്നുമില്ല. അങ്ങാകുന്ന മഹാപ്രഭുവിന്റെ ദാസന്മാരാകയാൽ അങ്ങയുടെ പ്രേരണ കൂടാതെ ചലനത്തിനു കൂടി അവർ സമർത്ഥന്മാരല്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് അവരാൽ ചെയ്യപ്പെടുന്ന സകലവും അവർ അങ്ങയിൽ സമർപ്പിക്കുന്നു. അവരുടെ സന്മാർഗനിഷ്ഠയെ ഇളക്കി തീർക്കാൻ പുറപ്പെടുന്ന വിഘ്നങ്ങളുടെ മൂർധാവിൽ അവർ കാൽവയ്ക്കുന്നു. ആ വക വിഘ്നങ്ങളെല്ലാം അതിക്രമിച്ച് ഇന്ദിരുവടിയുടെ പാദകമലത്തില് അവര് ചേരുന്നു. ഹേ ലക്ഷ്മീകാന്ത, അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് സർവ ഐശ്വര്യവും താനേ തന്നെ സിദ്ധിക്കുന്നു. അങ്ങയുടെ ആശ്രിതന്മാരെ അധപതിപ്പിക്കുവാൻ ആർക്കും ശക്തിയില്ല. അതിനാൽ ഇന്ദിരുവടിയുടെ പാദകമലത്തെ സർവഥാ ശരണം പ്രാപിക്കുന്നവർ തന്നെ ആപൽ സമുദ്രത്തെ എളുപ്പത്തിൽ കടക്കുന്നവരെന്നും പ്രഭുവിന്റെ പ്രഭുത്വം ആശ്രിതന്മാരെ രക്ഷിക്കുന്നതിൽ ഇരിക്കണു എന്നും അതാണ് അതിന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.